ഒന്ന്, ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം മോഹൻലാൽ, പൃഥ്വിരാജ് സുകുമാരൻ, മുരളി ഗോപി എന്ന 3 വ്യക്തികളാണ്. അതിൽ മുരളി ഗോപി ഒരു അറിയപ്പെടുന്ന RSS സപ്പോർട്ടറായിരുന്ന ഭരത് ഗോപിയുടെ മകനാണ്. മോഹൻലാൽ വളരെ എവിഡൻ്റായി, വളരെ വോക്കലായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായിരുന്നു. അദ്ദേഹത്തിന് RSSകാരുമായിട്ട് നല്ല അടുത്ത സൗഹൃദമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു വിശ്വശാന്തി ട്രസ്റ്റ്, ആ ട്രസ്റ്റിൽ ഫൗണ്ടേഷൻ, ആ ട്രസ്റ്റിൽ എന്തുണ്ട്, RSSകാർക്ക് ബന്ധമുണ്ട്. അപ്പോൾ അങ്ങനെ സംഘം തങ്ങളുടെ ആൾ എന്ന് കരുതുന്ന മോഹൻലാൽ നായകനായ ഒരു സിനിമ സംഘത്തിൻ്റെ പ്രധാനപ്പെട്ട പൊളിറ്റിക്സിനെ എതിർത്തുകൊണ്ട് വരികയാണ്. പൃഥ്വിരാജ് സുകുമാരനായിട്ട് ഇപ്പോൾ സുകുമാരൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ അച്ഛൻ, പൃഥ്വിരാജിൻ്റെ അച്ഛൻ RSS പരിപാടിയിൽ പങ്കെടുക്കുന്ന ഫോട്ടോകൾ പങ്കുവച്ചുകൊണ്ടുള്ള പഴയ BJP നേതാക്കളുടെയൊക്കെ പോസ്റ്റുകൾ ഇപ്പോഴും ഇപ്പോൾ വീണ്ടും ഫ്ലോട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അദ്ദേഹം സംഘപരിവാറിനോട് അനുകൂല നിലപാടുള്ള ആളായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ബൂസ്റ്റ് ചെയ്യുന്ന ഒരുപാട് പോസ്റ്റുകൾ മുമ്പ് വന്നിട്ടുണ്ട്. അപ്പം എന്ന് മാത്രമല്ല, പൃഥ്വിരാജും ഇന്ദ്രജിത്തും ചെറുപ്പത്തിൽ ശാഖയിൽ പോയിട്ടുണ്ട് എന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് മല്ലിക സുകുമാരനാണ്. മുമ്പേ അവർ പറഞ്ഞിട്ടുണ്ട്. മല്ലിക സുകുമാരനാവട്ടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയെ മുൻനിർത്തിക്കൊണ്ട് BJP വോട്ട് ചെയ്തുകൊണ്ട് വീഡിയോ ഇറക്കിയ ആളാണ്. അപ്പോൾ മോഹൻലാൽ, പൃഥ്വിരാജ്, മുരളി ഗോപി എന്ന് സംഘം തങ്ങളുടെ ആളുകൾ എന്ന് കരുതുന്നവർ. പൃഥ്വിരാജിനെ പറ്റി ആ ഒരു പ്രശ്നമുണ്ട്. പൃഥ്വിരാജ് മുമ്പ് പലവട്ടം സംഘപരിവാർ പൊളിറ്റിക്സിനെതിരെ പരസ്യമായ രംഗത്ത് വന്നിട്ടുണ്ട്. അത് ലക്ഷദ്വീപ് വിഷയത്തിലാണെങ്കിലും CA പ്രൊട്ടസ്റ്റിലാണെങ്കിലും. അപ്പോൾ പോലും ഒരു കൈവിട്ടുപോയൊരു കുഞ്ഞാട്, വേണമെങ്കിൽ തിരിച്ചു കൊണ്ടുവരാവുന്ന കുഞ്ഞാട് എന്ന രീതിയിലാണ് RSSകാർ പൃഥ്വിരാജിനെ കാണുന്നത്. പക്ഷേ ഈ സിനിമ ഇറങ്ങിയതോടെ പൃഥ്വിരാജിനെ പൂർണ്ണമായ ജിഹാദിയാക്കി മാറ്റുകയും, ജിഹാദിയാക്കി മാറ്റുക മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഭാര്യ സുപ്രിയയെ വിളിക്കുന്നത് അർബൻ നക്സൽ എന്നാണ് BJP വിളിക്കാൻ തുടങ്ങുന്നത്.